ഹലോ ഫ്രണ്ട്സ്, ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനൊരു പാനിലേക്ക് ഒരു 1.5 കപ്പോളം മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഡ്രൈ ഈസ്റ്റും 1 ടീസ്പൂൺ വീതം ഉപ്പും പഞ്ചസാര 1/2 ടീസ്പൂണാണ് ഡ്രൈ ഈസ്റ്റ് ചേർത്തത്. പിന്നെ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ചെറിയൊരു ചൂടുള്ള വെള്ളം ചേർത്ത് കൈ വെച്ചിട്ട് തന്നെ ഈ മാവ് നന്നായിട്ട് മിക്സാക്കി നല്ലൊരു ലൂസി ടെക്സ്ചറിലേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പിസ്സയുടെ റെസിപ്പിയാണ് കേട്ടോ. ചെറിയൊരു ചൂടുള്ള വെള്ളം ചേർത്തിട്ട് വേണം ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നെല്ലാം മിക്സായി വരണം. ഇതുപോലത്തെ ടെക്സ്ചർ ആയിരിക്കണം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി ലൂസി ആയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടി ഓയിൽ ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു മിക്സിങ് കൊടുത്താലാണ് ഇതിൻ്റെ ബേസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്കൊരു 2 മണിക്കൂറൊക്കെ ഒന്ന് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വെക്കാം. ഈ സമയത്ത് കുറച്ച് സോയ ചങ്ക്സ് നന്നായിട്ട് കുതിർക്കാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഒരിത്തിരി മുളക് പൊടി, അതുപോലെ ഒരല്പം മല്ലിപ്പൊടി, പിന്നെ തൈര് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, അതുകൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി പാനിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയ പീസ് ക്യാരറ്റ്, ബീട്രൂട്ട്, സവോള, ടൊമാറ്റോ. അതിൽ ടൊമാറ്റോയുടെ ആ ഒരു ക്വാണ്ടിറ്റി കുറച്ച് കൂടി നിൽക്കണം കേട്ടോ. മറ്റുള്ളതൊക്കെ ചെറിയ പീസ് മതി. ഇപ്പം നമ്മൾ ചെയ്യുന്ന ആ പിസ്സയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ എല്ലാ ഐറ്റംസും. ഇതിപ്പോൾ കുറച്ച് ഞാൻ ചെറിയൊരു ഡോ അല്ലേ ചെയ്യുന്നുള്ളൂ. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, കുരുമുളക് പൊടി, ഒരിത്തിരി പഞ്ചസാര, ഉപ്പ്, അതുപോലെ ഒരിത്തിരി വിനീഗർ അതുകൂടി ചേർത്ത് അല്പം വെള്ളത്തിൽ വേവിച്ചെടുക്കുക. പിന്നെ അതിലൊരു പീസ് ബീട്രൂട്ട് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പ്യൂരി ആയി വരുന്ന സമയത്ത് അതിനൊരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് വെജിറ്റബിൾസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ, സവോള കട്ട് ചെയ്തിട്ട് അതൊന്ന് സെപ്പറേറ്റ് ആക്കി, അല്ലികളൊക്കെ സെപ്പറേറ്റ് ആക്കി വെക്കണം. ഇത് ക്യാപ്സിക്കത്തിന് പകരം നമുക്കിതുപോലെ അധികം എരിവില്ലാത്ത മുളകിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ പിസ്സയുടെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ക്യാപ്സിക്കത്തിൻ്റെ ഏതാണ്ട് ടേസ്റ്റിലൊക്കെ കിട്ടും. അപ്പോൾ അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാനിത് ചൂടാറി കഴിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാനായിട്ട് ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി കൂടി നിങ്ങൾ മറക്കാതെ വെജിറ്റബിൾസ് വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണം. പക്ഷേ വെളുത്തുള്ളി ഞാൻ ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് കറണ്ട് പോയത്. പിന്നെ അപ്പോഴെങ്ങും കറണ്ട് വരുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ പിന്നെ ഞാനത് ഇതുപോലെ ഒരു ബൗളിലേക്ക് തിരിച്ച് മാറ്റുകയാണ്. അപ്പോൾ കുറച്ച് നേരം കറണ്ട് വരുമോ എന്നോർത്ത് വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് അതിലത്തെ ആ ജ്യൂസ് മുഴുവൻ ഇതുപോലെ ജാറിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം അപ്പം അരയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതൊരു ബൗളിലേക്ക് മാറ്റി വെക്കണതായിരിക്കും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ചെറിയ ജാറിലിട്ട് വയ്ക്കുമ്പോൾ നമ്മളത് മസാല പൊടിക്കുന്ന ജാറാണല്ലോ, അത് പെട്ടെന്ന് ഇങ്ങനെ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ അതിൽ നിന്ന് നഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ആ വെളുത്തുള്ളിയുടെ ആ ഒരു പോർഷനും കൂടി ഇതിലേക്ക് നന്നായിട്ട് ചതച്ച് ഇതുപോലെ ചേർക്കുകയാണ്. വെളുത്തുള്ളി ആ വെജിറ്റബിൾസ് വേവിക്കുന്ന സമയത്ത് ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഞാനിത് മറന്നു പോയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്തത്. പക്ഷേ കറണ്ട് പോയതുകൊണ്ട് അത് ഒരു ഇരട്ടി പണി കിട്ടി. അതുപോലെ ഓവനിൽ വെച്ച് ചെയ്യാമെന്ന് കരുതി ഗ്രീസ് ചെയ്ത് വെച്ചതാണ് പാൻ. അപ്പോൾ കറണ്ട് ഇല്ലല്ലോ, ഇനിയിപ്പോൾ ഒരു പാനിൽ തന്നെ ചെയ്യാം. ഫ്രൈയിങ് പാനിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ബ്രഷ് ചെയ്യുക. ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡോ എടുത്തിട്ട് നല്ല ഫെർമെൻറ്റേഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഡോ ചെയ്യുന്ന സമയത്ത് ഇനി ഇതിനൊരു ടൈം ഉണ്ടല്ലോ, ആ ടൈം കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചറിലൊക്കെ മാറ്റം വരും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കറണ്ടൊന്നും വരാൻ വെയിറ്റ് ചെയ്യാതെ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തത്. ഇനി ഒരു 5-7 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ ഡോ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മാവ് പാനിലേക്ക് വെച്ച് കൊടുത്തത്. ഇനി ഗ്യാസ് ഓഫാക്കുക. തിരിച്ചിട്ടതിന് ശേഷം ഗ്യാസ് ഓഫാക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളുടെ ആ ഒരു വെജിറ്റബിൾ പേസ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
അത് ഞാൻ വെളുത്തുള്ളി ചേർക്കാനായിട്ട് മറന്നു പോയല്ലോ. അപ്പോൾ ഒരു ടൈമിൽ ഇതിലേക്കൊന്ന് വെളുത്തുള്ളി നുറുക്കിയിട്ടതിന് ശേഷം ചെയ്തു കൊടുത്തതാണ്. എഡിറ്റിംഗ് പ്രോസസ്സിൻ്റെ ചെറിയൊരു മിസ്റ്റേക്കാണ് കേട്ടോ. വീഡിയോ ഇത്തിരി ലേറ്റായിപ്പോയി. ഇനി ആ വെജിറ്റബിൾസ് വേവിച്ച സെയിം പാനിലേക്ക് തന്നെ നമ്മളുടെ സോയ ചങ്ക്സ് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരിത്തിരി ഉപ്പും വേണമെങ്കിൽ അഡീഷണലായിട്ട് ചേർത്ത് കൊടുക്കാം. കാരണം സോയ ചങ്ക്സിൽ നമ്മൾ മസാല തേച്ച് വെച്ചാലും ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് അധികം അങ്ങോട്ട് ഉപ്പില്ലാത്ത പോലെ തോന്നും. പിന്നെ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. സോയ ചങ്ക്സിൽ സൺഫ്ലവർ ഓയിൽ നമ്മൾ എത്ര ഒഴിച്ചു കൊടുത്താലും അതിങ്ങനെ അബ്സോർബ് ആയിക്കൊണ്ടിരിക്കും. ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. പക്ഷെ അങ്ങനെ ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട. കാരണം ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ ചേർത്ത ഓയിലെല്ലാം ഇതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. എന്നാലും ഞാൻ ഒന്ന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് 1-2 ഡ്രോപ്പൊക്കെ വെച്ച് ഇങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുക്കണ്ടായിരുന്നു. പിന്നെ നമുക്ക് അടച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അടച്ച് വെച്ചെന്ന് കരുതി അങ്ങനെ അതിൽ ഒന്ന് വെള്ളം ഊറി വരും ഒന്നും ചെയ്യില്ല. ഇനി ഇതുപോലെ പാനിലേക്ക് നമ്മുടെ ബേസിൻ്റെ മുകളിലേക്കായിട്ട് പേസ്റ്റിൻ്റെ മുകളിൽ ചീസ് ഇട്ട് കൊടുക്കുക. ചീസിൻ്റെ കാര്യത്തിൽ ഒട്ടും പിശുക്ക് കാണിക്കരുത് കേട്ടോ. ചീസ് നന്നായിട്ട് ചേർത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. നമ്മൾ എല്ലാ വെജിറ്റബിൾസും അങ്ങനെ ഒരുപാട് തിക്കി കൂട്ടിയിടേണ്ട കാര്യമില്ല കേട്ടോ. ടൊമാറ്റോ, സവാള, അതുപോലെ ക്യാപ്സിക്കം, പിന്നെ ബ്ലാക്ക് ഒലിവൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. ചീസ് ഇടുന്ന സമയത്ത് പാനിലേക്ക് ചീസ് വീഴാതെ ശ്രദ്ധിക്കുക. കാരണം ചീസ് പാനിൽ വീണിട്ടുണ്ടെങ്കിൽ നമ്മളിത് കുക്ക് ചെയ്യുന്ന ടൈമിൽ പിന്നെ അത് കരിഞ്ഞ് വരും. സൈഡിലേക്ക് പോകാതെ ചീസ് അതിൻ്റെ മിഡിലായിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും കൂടി ഒന്ന് വിതറി കൊടുക്കുക. ഏറ്റവും ടോപ്പിലായിട്ടും കൂടി കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക. ഉണ്ടങ്ങനെ സൈഡിലേക്കൊന്നും ചീസ് വരാതെ ശ്രദ്ധിക്കുക. ഇനിയാണ് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കാൻ പോണത്. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-7 മിനിറ്റൊക്കെ ഒന്ന്, അതായത് ചീസ് മെൽറ്റായി വരുന്നതാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഇടയ്ക്കൊന്ന് പാൻ തുറന്നിട്ട് ഇതുപോലെ ഒരു ഇത്തിരി വെള്ളം തിളച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് ചീസ് മെൽറ്റായും കിട്ടും, നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ എളുപ്പത്തിൽ തന്നെ ഞാൻ പ്ലേറ്റിലേക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ നമുക്ക് കയ്യിൽ നോണൊന്നും ഇല്ലെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ താഴ്ഭാഗമൊന്നും ഒട്ടും കരിയാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.